നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട വേളൂക്കര ഗ്രാമപഞ്ചായത്തിൽ കോമ്പാറയിൽ താമസിക്കുന്ന കുറ്റിക്കാട്ട് നെയ്യൻ ജോസഫ് മകൻ ലിയോ. ഇദ്ദേഹത്തിന് 37 വയസ്സാണ്. ദീർഘകാലമായി വൃക്കരോഗത്തിന് ചികിത്സിച്ചു വരുന്നു. എൻ്റെ പേര് മാധവൻകുട്ടി. ഞാൻ ലിയോ ജോസ് എന്ന് പറഞ്ഞ ആളുടെ അയൽവാസിയാണ്. ലിയോ ജോസിന് 5 വർഷമായിട്ട് കിഡ്നി തകരാറിലായി. ഇപ്പോൾ അടുത്ത് ഓപ്പറേഷൻ കഴിഞ്ഞു. 2 കിഡ്നി തകരാറിലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. തുടർ ചികിത്സ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ആൾക്ക്. ഞാൻ സാമ്പത്തിക ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കുക അവരെ. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജ്, രാജഗിരി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷം വൃക്ക മാറ്റിവയ്ക്കൽ ഓപ്പറേഷന് വിധേയനായിട്ടിരിക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിവരുന്ന പണം കണ്ടെത്താൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടിലാണ്. എൻ്റെ പേര് ഓമന എന്നാണ്. ലിയോൻ്റെ അമ്മയാണ്. ലിയോ മൂത്ത മകനാണ്. താഴെയുള്ളൊരു മകനുണ്ട്. അവൻ വിവാഹിതനാണ്. അവൻ ഇരിഞ്ഞാലോടെ പള്ളിയിൽ ജോലി ചെയ്യുന്നു. അവർക്ക് ഭാര്യയും 2 പെൺമക്കളാണ് ഉള്ളത്. അവർ മാറി താമസിക്കുകയാണ് ഇപ്പോൾ. ലിയോന് 2018 മുതൽ ചികിത്സയിലാണ്. ജൂബിലിയിലാണ് അവൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവന് 5 വർഷം യൂറിൻ ബ്ലോക്കായിട്ട് ട്യൂബ് ഇടേണ്ടി വന്നു. അത് എല്ലാ വർഷവും നവംബർ മാസം ഓർമ്മ കെടുത്തിയിട്ടാണ് അത് ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയാലിസിസ് ഇതായപ്പോൾ തന്നെ പറഞ്ഞു അത് മാറ്റി വയ്ക്കേണ്ട ഒരു പ്രോബ്ലത്തിലേക്കാണ് വരുന്നത്. 2 കിഡ്നിയും പോയി, ഒരെണ്ണം പഴുപ്പിലേക്കായി. അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ അപ്പനും അമ്മയും ലിയോനെയും കൊണ്ടുപോയി അവിടെ വാടകയ്ക്ക് താമസിച്ച് ട്രീറ്റ്മെൻറ്റ് ഫ്രീ കിട്ടാനായിട്ട് അവിടെ പോയിരുന്നു. അവിടെ പോയപ്പോൾ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ ടെസ്റ്റുകളൊക്കെ ഓക്കെ ആയി വന്നു. പക്ഷേ കിഡ്നി കിട്ടണമെങ്കിൽ 6 വർഷം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ പോയി താമസിക്കണം. ചിലവുകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അതും നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. ജൂബിലിയിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അപ്പോഴൊക്കെ ഡോക്ടർ അനുവാദം വാങ്ങിച്ചിട്ടാണ് പോയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് രാത്രിയാണ് ഡയാലിസിസ് കിട്ടുക. ഞാനും ലിയോനും രാത്രി ബസ്സിൽ പോകും. ഡയാലിസിസ് രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ തിരിച്ച് ബസ്സിൽ പോരും. അങ്ങനെ ആയി. പിന്നെ ഈ ഇരിഞ്ഞാലക്കുടയിലേക്ക് ഇവിടുത്തെ പോളി കണ്ണുകാടും പിതാവ് മുഖാന്തരം ഞങ്ങൾക്ക് ലാസ്റ്റ് ആയപ്പോൾ ഇവിടേക്ക് ഇരിഞ്ഞാലക്കുടയിലേക്ക് ഡയാലിസിസ് മാറ്റി തന്നു. അങ്ങനെ ഒരു മുന്നോട്ട് പോകാൻ ഓപ്പറേഷന് കൂടിയേ മതിയാവൂ എന്നുള്ളൊരു തീരുമാനത്തിലായി. ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും നാനാജാതി മതസ്ഥരായ ആളുകളെ കണ്ടുമുട്ടുകയും ഞങ്ങളുടെ യൂണിറ്റിലെ പ്രസിഡന്റ് ബാബു, പിന്നെ തട്ടിൽ ജോണി, സിംസൺ, ഇങ്ങനെ കുറച്ച് പേര്, ഒരു 10 പേരെ ചേർത്ത് ഒരു മീറ്റിംഗ് കൂടുകയും അത് മുഖാന്തരം കുറച്ച് പൈസ ഓപ്പറേഷനുള്ളത് പിരിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഈ 3-4 പേര് ഓരോ ഭവനങ്ങളിൽ കയറി ഇറങ്ങി ഈ ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി എറണാകുളത്ത് ഡോക്ടറെ പോയി കാണാനും അവിടുത്തെ ഡോക്ടറോട് കാര്യങ്ങൾ പറയാനും ഡേറ്റ് ഫിക്സ് ചെയ്യാനും
കാര്യങ്ങൾക്കും വീട് വാടകയ്ക്ക് എടുക്കാനും എല്ലാ സൗകര്യങ്ങളും ഈ കമ്മിറ്റിയിലെ 4 പേരുടെ രാത്രിയും പകലുള്ള നല്ല സഹകരണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലിയോ ജോസിനെ ഓപ്പറേഷൻ ചെയ്ത് വിജയകരമായി തീർക്കാൻ പറ്റിയത്. 6 മാസം ഞങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിച്ച് ലിയോന് ഫോളോ ഓഫും അവിടെ നടന്നിരുന്നു. നല്ലൊരു എമൗണ്ട് വേണം ഓരോ മാസം ഞങ്ങൾക്ക് ചിലവാകാൻ, മരുന്നിനും യാത്രയ്ക്കും ചെക്കപ്പിനും ബ്ലഡ് ടെസ്റ്റിനും ഒക്കെ വേണം. ഇപ്പോൾ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി അവൻ്റെ ജീവിതം മുന്നോട്ട് പോകണം, അവനെ പിക്കപ്പ് ചെയ്തെടുക്കണം. അവിവാഹിതാണ് ലിയോ. വയസ്സായ ഞാനാണ് അവൻ്റെ കൂടെ ഈ ട്രീറ്റ്മെൻറ്റിന് കൂടെ പോകുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സഹകരണങ്ങൾ ഈ ഗുഡ്നസ് TV-യിൽ കാണുന്ന പ്രേക്ഷകർ ലിയോ ജോസിനെ കണ്ട് അവൻ്റെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും കണ്ട് അവന് ഇനി മുന്നോട്ട് പോകാനുള്ള സഹകരണം നിങ്ങളിൽ കാണുന്ന ഓരോരുത്തരുടെയും മനസ്സിലാണ്. പ്രാർത്ഥനയും വേണ്ട സഹായവും അവന് ചെയ്ത് അവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. വീട്ടിൽ സംസാരിക്കാൻ കഴിയാതെ പിതാവും പ്രായമായ മാതാവും മാത്രമാണുള്ളത്. ഒരു അനുജനുള്ളത് വിവാഹത്തിന് ശേഷം മാറി താമസിക്കുകയാണ്. വിശ്രമം ഏറ്റവും ആവശ്യമുള്ള ഒരു സമയമാണ്. എന്നിരുന്നാലും മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ചികിത്സാ ആവശ്യങ്ങൾക്കായുള്ള തുക കണ്ടെത്തുവാനായി ലിയോ സ്വയം ഇറങ്ങി കണ്ടെത്തേണ്ട അവസ്ഥയാണ്. എൻ്റെ പേര് ഗ്ലൈഡി ജിയോ. ഞാൻ ലിയോൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ഒരു 2 മക്കളാണ്. എന്നെ കല്യാണം കഴിച്ചത് മറ്റത്തൂരിൽ നിന്നാണ്. ഞങ്ങൾക്ക് 2 മക്കളാണ്. 2 ചെറിയ മക്കളാണ്. ഒരാൾ 7 വയസ്സും മറ്റേയാൾ 3 വയസ്സുമാണ്. ചെറിയ പെൺകുട്ടികളാണ്. ഞങ്ങളിവിടെ കൂടെ തന്നെ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. 1 വർഷം മുമ്പാണ് ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മാറി താമസിച്ചത്. 5 വർഷത്തിലും മേലെയായി ലിയോ ചേട്ടൻ ചികിത്സയുടെ ഭാഗമായിട്ട് ആശുപത്രി വീടുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ വക സഹായമായിട്ടൊന്നുമില്ല. ഞങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് പള്ളിയിൽ സ്റ്റാഫാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം തുടർ ചികിത്സ നടത്താനായിട്ട് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. ഗുഡ്നസ് TV-യിലൂടെ കാണുന്ന പ്രേക്ഷകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന സഹായവും അതേപോലെ സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലിയോ ചേട്ടൻ്റെ തുടർ ചികിത്സയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് പഞ്ചായത്തിൻ്റെയും പള്ളിയുടെയും ഒക്കെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റി സ്വരൂപിച്ച പണം കൊണ്ടായിരുന്നു. തുടർ ചികിത്സ മുടങ്ങിയാൽ ഇതുവരെ കാത്തിരുന്നു നടത്തിയ ഓപ്പറേഷൻ ഫലമില്ലാതെ വരും. കാരണം യാതൊരുവിധ അണുബാധയും കൂടാതെ സൂക്ഷിക്കുകയെന്നാൽ വളരെ പ്രാധാന്യവും പ്രയാസകരവും ചിലവേറിയതുമായ ഒരു കാര്യമാണ്. പേര് ലിയോ ജോസ് എന്നാണ്. വീട് ഇരിഞ്ഞാലക്കുടയാണ്. വീട്ടും പേര് കുറ്റിക്കാട്ട് നെയ്യാൻ. ഞാൻ ചെയ്തിരുന്നത് അക്വേറിയത്തിൻ്റെ വർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നാട്ടിൽ നിന്ന് കുറച്ച് ആൾ മാറി നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഗൾഫിൽ പോയിരുന്നത്. അപ്പോൾ ദുബായിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ദുബായിൽ ട്രാൻസ്കാർഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്തത്. അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് എനിക്ക് മൂക്കിൽ ബ്ലഡ് വന്നു. ഞാൻ ആസ്റ്ററിൽ പോയി. അവിടെ ദുബായ് ആസ്റ്ററിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എത്ര പെട്ടെന്ന് നാട്ടിലേക്ക് പൊക്കോ, നിങ്ങളുടെ ബോഡി കണ്ടീഷൻ വേറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എന്താണെന്നുള്ളത് അവർ പറഞ്ഞില്ല. അങ്ങനെ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അൽ ഹിലാദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയിരുന്നു. എനിക്ക് അതിൻ്റെ പേരുകളൊന്നും അറിയില്ല പറയാനായിട്ട്. അങ്ങനെ ചെറിയൊരു ഇത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് കിഡ്നി ഭയങ്കര വീക്കാണ്, കിഡ്നിക്ക് ഭയങ്കര ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുള്ള നേരത്തെ നാട്ടിൽ പോയിട്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ തൃശ്ശൂർ ജൂബിലിയിൽ വന്ന് അവിടെ ഡോക്ടർ ജോൺ ഡോക്ടറാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവല് കൂടുതലാണ്, 12ൻ്റെ അതിലെ ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഡയാലിസിസ് ചെയ്യാണ്ട് രക്ഷയില്ല. അപ്പോൾ ക്രിയാറ്റിൻ കൂടി സ്ഥിതിക്ക് ഡയാലിസിസ് ചെയ്തതാണ്. അങ്ങനെ
ആഴ്ചയിൽ 2 ഡയാലിസിസ് വെച്ച് ചെയ്തിരുന്നു. അത് ഡയാലിസിസ് ചെയ്തിരുന്നത് വെളുപ്പിന് 1 മണി 3 മണിക്കൊക്കെ നമുക്ക് ഡയാലിസിൻ്റെ സമയം കിട്ടിയിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ ഒരു 25 പേരുടെ കമ്മിറ്റിയൊക്കെ കൂടി അതിൽ 3 മതക്കാരെയും നമ്മൾ കൂട്ടി എൻ്റെ ഒരു ഇവിടുത്തെ പള്ളി ഫാദർ ചെറുപ്പണം എന്ന് പറഞ്ഞ അച്ഛനെ കൂട്ടി ഇതിൻ്റെ ഒരു കമ്മിറ്റി നമ്മൾ കൂടി. അങ്ങനെ കുര്യൻ ജോസഫിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു മതസൗഹാർദ്ദ സംഘടനയൊക്കെ കൂട്ടി. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു കിഡ്നിൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ളത് നമ്മൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ മാമൻ ഡോക്ടറെ കണ്ട് സജസ്റ്റ് ചെയ്ത് പിന്നെ ഡോക്ടർ സച്ചിൻ ഡോക്ടർ പിന്നെ ജയപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ സർജറി പൂർണ്ണമായിട്ട് തീർത്തത്. ഇദ്ദേഹം അക്വേറിയം സെറ്റ് ചെയ്യുന്ന ജോലിയാണ് സ്വയം തൊഴിൽ എന്ന രീതിയിൽ ചെയ്തിരുന്നത്. ഇതിനിടയിൽ കുറേ നാൾ ഗൾഫിൽ ജോലി ചെയ്തു. അവിടെ വെച്ചാണ് ശരീരം രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. അവസാനം അവിടെ നിന്നും ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു. പിന്നീട് ഇന്നുവരെ ഈ രോഗവുമായി പോരാടുകയാണ്. പിന്നീട് സർജറിക്ക് നല്ലൊരു പൈസ വന്നു. പിന്നെ നമ്മൾ സർജറിക്ക് മുമ്പായിട്ട് പൈസ അക്കൗണ്ടിൽ കാര്യമായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയിട്ട് അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് പയ്യൻ കൂടിയിട്ടാണ് ഇതിൻ്റെ സർജറിക്ക് ഭാഗമായിട്ട് ഇതിൻ്റെ അഭിലാഷാണ് കൂടുതലും ഇതിൻ്റെ ഈ പരസ്യങ്ങളൊക്കെ മറ്റുള്ള ബസ്സുകളിൽ തൃശ്ശൂർ, കോഴിക്കോട്, നിലമ്പൂരുള്ള ബസ്സുകളിൽ പോയിട്ട് ആളുടെ സ്വന്തം ശമ്പള പൈസ എടുത്തിട്ടാണ് ഇങ്ങനെ നോട്ടീസ് അടിക്കലും കാര്യങ്ങൾ. അവന് ഒരു മാസത്തെ ശമ്പളം 10,000 രൂപയാണ് ഒരു മാസത്തെ ശമ്പളം. പിന്നെ അവൻ ശമ്പള പൈസ എടുത്ത് നോട്ടീസ് അടിച്ച് എൻ്റെ ഫോട്ടോ, എൻ്റെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽ, ഗൂഗിൾ പേ നമ്പർ ഡീറ്റെയിലൊക്കെ വെച്ച് പരസ്യം കൊടുക്കുക ചെയ്തത്. ആൾ മുഖേന നമുക്ക് അക്കൗണ്ടിലേക്ക് ഒരുവിധം പൈസ വന്നത്. പിന്നെ ആളും അഭിലാഷ് എന്ന് പറഞ്ഞ പയ്യനും ഞാനും കൂടി കാലത്ത് ഇവിടെ നിന്ന് ചാലക്കുടിക്ക് പോകും. ചാലക്കുടി പോയി അവിടെ KSRT ബസ് സ്റ്റാൻഡിൽ പോയി ഞങ്ങൾ ഡ്രസ്സ് മാറി അവിടെ ചാലക്കുടി മീൻ മാർക്കറ്റിലും കായ മാർക്കറ്റിലും ഞാൻ തുണി വിരിച്ച് ലാസ്റ്റ് ഇരിക്കേണ്ട ഗതികേട് വന്നു. പൈസ അക്കൗണ്ടിൽ തീരെ പൈസ വന്നിട്ടുണ്ടായില്ല. അങ്ങനെ അവിടെ കായ വിൽക്കണ മാർക്കറ്റിൽ ഞങ്ങൾ തുണി വിരിച്ചിട്ടിരുന്നാണ് പൈസ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പൈസ പിരിക്കാനുള്ളത് തന്നെ. പക്ഷേ അപ്പോഴും അവിടെ ഓട്ടോറിക്ഷക്കാർ പറയുന്നുണ്ട് ഈ പയ്യനെ നല്ല കണ്ടുപരിചയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പാലക്കാടും തമിഴ്നാടിൻ്റെ ബോർഡറിലാണ് എൻ്റെ വീട് ഇരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ വെളുപ്പിന് അവിടെ നിന്ന് പോയി വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ഓട്ടോറിക്ഷക്കാർ അവർ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അവർ വാങ്ങിച്ചു നിന്നു. വൈകുന്നേരം രാത്രി ചെല്ലുമ്പോൾ രാത്രി അവിടെ നിന്ന് 7 മണി 8 മണിയാകുമ്പോൾ ഞാൻ ലാസ്റ്റ് ബസ്സിനാണ് അവിടെ നിന്ന് വരാം. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് പോയിരിക്കും. അപ്പം അങ്ങനെ ചെറുതായിട്ട് അക്കൗണ്ടിൽ ചെറുതായിട്ട് പൈസ കയറി. പക്ഷേ എൻ്റെ ഒരു അവസാനത്തെ വിഷമം പറഞ്ഞാൽ പൈസയ്ക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടിയ സ്ഥിതിയിൽ ഞാൻ അനുഭവിച്ച വേദനയൊന്നും മറ്റുള്ളവർ അത്ര അനുഭവിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടി സഹിച്ചു ഞാൻ ഇവിടം വരെ എത്തിയത്. യുവത്വത്തിന്റെ നാളുകളിൽ മാരകമായ രോഗപീഠയാൽ മനമൊരുകുന്ന മനുഷ്യരുടെ ഹൃദയവ്യഥകൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നതാണല്ലോ. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ അറ്റുപോകാതെ ദൈവം കാത്തതിൻ്റെ ഭാഗമായാണ് വൃക്ക മാറ്റിവെക്കുവാൻ സാധിച്ചത്. മുന്നോട്ടുള്ള തുടർ ചികിത്സ ഏറെ പ്രാധാന്യമേറിയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലും ആ ദൈവസഹായം തീർച്ചയായും ഉണ്ടാകുമെന്ന പ്രത്യാശയാണ് ലിയോയെ മുന്നോട്ട് നയിക്കുന്നത്. ഇവിടെ നമ്മളിലൂടെ ആ ദൈവഹിതം നിറവേറ്റപ്പെടുവാൻ ഇടയാകട്ടെ. പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ട് മാമൻ സാറ് ഓപ്പറേഷൻ ചെയ്ത് പോസ്റ്റ്മോർട്ടം റൂമിലേക്ക് എടുത്തുകൊണ്ട് വന്ന സിറ്റുവേഷനിലായി. ഞാൻ കിഡ്നി എടുത്ത് കളഞ്ഞ് അത്രയ്ക്ക് ബുദ്ധിമുട്ടിലായി. അങ്ങനെ അവർ നാട്ടിൽ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ രണ്ടാമത് ഇത് പ്രൊസീഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ഹോസ്പിറ്റലുകാരനെ ചെയ്ത് തന്ന്. പിന്നെ കിഡ്നി തന്ന ഒരാൾ നമ്മളോട് പെരുമാറാനും നല്ലൊരു വ്യക്തിത്വമുള്ളൊരു ആളായിരുന്നു. ആള് ദൈവവിശ്വാസത്തിൽ കുറച്ച് ഭക്തിയും കാര്യമുള്ള ഒരാളായിരുന്നു. അപ്പം അങ്ങനെ ആള് സംസാരിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ ഇതൊരു അവയവം താങ്കൾക്ക് തരാൻ ഞങ്ങൾ തയ്യാറാന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ രണ്ടാളും നല്ല ഇതിൽ സംസാരിച്ച് അങ്ങനെ നല്ലൊരു ടൈംസിൽ ഞങ്ങൾ ഇവിടെ വരെ എത്തി. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് യാതൊരു അസുഖങ്ങളൊന്നുമില്ല.
അപ്പം 10 ദിവസം മെഡിക്കൽ ട്രസ്റ്റിൽ ചെക്കപ്പിന് പോകുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഒരു സുഖമായിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ മരുന്നിന് നമുക്ക് മാസം നല്ലൊരു 15,000 അടുത്ത് മെഡിസിൻ ഏകദേശം റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡ് ചെക്കപ്പിനാണെങ്കിലും 9,500. അതിൽ ഷുഗർ, പൊട്ടാസ്യം, സോഡിയം അങ്ങനെ എല്ലാ കാറ്റഗറിയിലും കൂടിയിട്ടാണ് എമൗണ്ട് 9,500 നമുക്ക് എമൗണ്ട് വരുന്നത്. പക്ഷെ അതും നല്ലൊരു താങ്ങാവുന്ന ഒരു എമൗണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ തന്നെ നമുക്കിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാൽ ജോലിക്ക് പോകാനും പറ്റുള്ളൂ. പക്ഷേ വെയിറ്റുള്ള പണികളൊന്നും ചെയ്യാനും പറ്റില്ല. പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ള ആൾക്കാർ കണ്ടറിഞ്ഞ് അവരെ കൊണ്ട് പറ്റിയ ചെറിയ സഹായം 1000, 1,500, 2,000, 3,000 വെച്ച് തരും. പക്ഷെ അത് നമ്മുടെ മരുന്നിന് പോലും തികയില്ല. പക്ഷേ എന്നോട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും വേണം, ബ്ലഡ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. പക്ഷേ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞാൻ ആശുപത്രി വന്നില്ലും എന്നോട് ഞാൻ ഇതുവരെ റെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഓരോ സ്ഥലങ്ങളിൽ അപേക്ഷ വെച്ച് ഓരോ ആൾക്കാരെ കണ്ട് അതിനുള്ള ആൾക്കാരെ കണ്ട് അപേക്ഷയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 10 ദിവസം വേണമെങ്കിൽ എങ്ങനെയും നമുക്കൊരു 32,000 രൂപ മിനിമം ചിലവുണ്ട്. ഇത് കാണുന്ന ഗുഡ്നസ് ടിവിയിലെ പ്രേക്ഷകർ തീർച്ചയായും നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായം ഗുഡ്നസ് ടിവിയിലേക്ക് അയച്ചു തരണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സഹായം ഇതിൻ്റെ കൂടെയും വേണം. പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടുന്നത്. അപ്പം അതിന് പ്രത്യേകമായിട്ട് വളരെ നന്ദി പറയുന്നു. പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷയായി മാറുവാൻ, കരയുന്നവരുടെ കണ്ണീരൊപ്പുന്ന കരങ്ങളായി മാറുവാൻ ഈ പ്രോഗ്രാം കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് കഴിയുമാറാകട്ടെ. ജീവിതം പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മളെ സമീപിക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് നാം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യവും സന്നദ്ധതയും നമുക്ക് ദൈവം നൽകട്ടെ. അങ്ങനെ ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ ഓർമ്മയിൽ സൂക്ഷിക്കുവാനായി കുറെ നന്മ നിമിഷങ്ങൾ നമ്മൾക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഉണ്ണി NP എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറാനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്തയാണ്. ഈ ഉണ്ണി എന്ന സഹോദരൻ 61 വയസ്സാണ്. 2 വർഷമായിട്ട് കിഡ്നി രണ്ടും ഡാമേജ് ആയതിൻ്റെ ഭാഗമായിട്ട്, പ്രവർത്തിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഡയാലിസിസ് കൊരട്ടിയിലുള്ള ദേവമാതാ ആശുപത്രിയിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മെയ്സൺ പണിയിലേക്കൊക്കെ സഹായിക്കുന്നതിനായിട്ട് ഹെൽപ്പറായിട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ പോകാനായിട്ട് സാധിക്കുന്നില്ല. 2 പെൺകുട്ടികളാണ് അവർക്കുണ്ടായിരുന്നത്. അവരെ 2 പേരെയും കല്യാണം കഴിച്ച് വിടുകയും ചെയ്തു. ഇപ്പോഴാകപ്പാടെ ഒരു ദയനീയമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. സാമ്പത്തികമായിട്ട് ഒത്തിരി ബാധ്യതകൾ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് അവർക്കുണ്ടായി. കൂടാതെ ഓരോ ആഴ്ചയും ഡയാലിസിസിന് വേണ്ടി പണം കണ്ടെത്തേണ്ട സാഹചര്യവുമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഗുഡ്നസ് ടിവി ഇവരെ കുറിച്ച് അറിയാനായിട്ട് ഇടയാവുകയും അവരുടെ ആ രോഗവിവരം ഗുഡ്നസ് ടിവിയിലൂടെ നല്ലവരായ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ഏകദേശം 1,05,000 രൂപ പിരിഞ്ഞു കിട്ടുകയുണ്ടായി. ഈ തുക ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ എല്ലാവരുടെയും പേരിൽ ഞാൻ ഉണ്ണിയുടെ ഭാര്യ ശാന്തയെ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ഗുഡ്നസ് ടിവി ഈ ഉണ്ണിയുടെ കുറിച്ചുള്ള വാർത്ത നല്ലവരായ പ്രേക്ഷകരെ അറിയിച്ചപ്പോൾ അവർ വളരെ
ആത്മാർത്ഥമായിട്ട് അതിനോട് സഹകരിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനും സാധിച്ചത്. എനിക്ക് ഉറപ്പുണ്ട് ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ എപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ട് നിങ്ങളെ സമീപിച്ചാലും അതിനോട് സഹകരിക്കും എന്നുള്ളത്. നിങ്ങളാരും വലിയ സമ്പന്നരോ ധനികരോ ആയിട്ടല്ല നിങ്ങൾ സഹകരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ചില ആവശ്യങ്ങൾ, ചില അത്യാവശ്യങ്ങൾ, ചില സന്തോഷങ്ങളൊക്കെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സഹായിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പലരും ഫോൺ വിളിക്കുമ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അതുതന്നെയാണ്. അച്ഛാ, ഒരു ദിവസത്തെ കൂലിയാണ് ഞാൻ ഇതിനു വേണ്ടി നൽകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഒരു ദിവസത്തെ വരുമാനമാണ് ഞാൻ തരുന്നത് എന്നൊക്കെയാണ് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ നിങ്ങളുടെ ആ നല്ല മനസ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് അതിനെല്ലാം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ആയുസ് നൽകി, ആരോഗ്യം നൽകി, സന്തോഷം നൽകി, സമാധാനം നൽകി നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഈ ഉണ്ണി എന്ന സഹോദരനെ നമുക്ക് ഇനിയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച രോഗസൗഖ്യം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിനൊന്നും അസാധ്യമായിട്ട് ഇല്ലല്ലോ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടിവിയുടെ പേരിൽ നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഗുഡ്നസ് ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എല്ലാവർക്കും നന്ദി. ഈ തുക തന്നതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു.